സിബിനെ പുറത്താക്കിയത് ജാസ്മിൻ ഗബ്രി കോംബോയാണോ അതോ ബിഗ് ബോസ് ലാലേട്ടൻ കോംബോയാണോ? പൂജ വാസ് ഡിസേർവിങ്. അതായത് നമ്മൾ കപ്പെടുക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. പോയതിൽ എല്ലാ മലയാളികളും വിഷമിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാസ്മിൻ ഗബ്രി നാടകം, പ്രണയം, വിവാഹം, കല്യാണം, കല്യാണമില്ലായ്മ, പുറത്തെ പയ്യൻ, പുറത്തില്ലാത്ത പയ്യൻ, എന്തോന്നടയത്, എന്തോന്നിത്? ഹലോ, നമസ്കാരം. ആൻഡപ്പൻ ടോക്കീസ് എന്ന് പറയുന്ന എൻ്റെ പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആർജെ ആൻഡപ്പൻ. ഇന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ബോസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എന്തായാലും അതിനൊക്കെ മുമ്പായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എസ്പെഷ്യലി നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ ഒരു 90% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. യെസ്, അപ്പോൾ തംബ്നെയിലിൽ കാണിച്ചതുപോലെ തന്നെ സിബിൻ, പൂജ, പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ, ഗബ്രി എന്നീ 3 വിഷയങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതിലേറ്റവും എനിക്ക് വിഷമം തോന്നിയൊരു കാര്യം, ഈ സീസൺ ഇസ് ലൈക്ക് ഭയങ്കര ശോകമാണ് ഈ സീസൺ. അത് എന്തുകൊണ്ടാണ്, എന്താണ് അതിൻ്റെ റീസൺ എന്നറിയില്ല. കുറേ കാര്യങ്ങൾ, ഒന്ന് ഇതിൽ ഇടയ്ക്ക് പനി വരുന്നു, ആൾക്കാർ പുറത്ത് പോകുന്നു, ഫിസിക്കൽ കണ്ടീഷൻ, മെൻ്റൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ കാരണമായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. പക്ഷെ അതിൽ ഏറ്റവും വിഷമം തോന്നിയത് ബിഗ് ബോസ് സീസൺ 6 വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് പൂജ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പൂജ ഉണ്ടായിരുന്ന, അതായത് സിബിനെ ലാലേട്ടൻ റോസ്റ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത എപ്പിസോഡിൽ ഒരു ചാർജിങ് ടാസ്കിൽ പൂജ മോഹൻലാൽ സാർ ഇരിക്കുന്ന സമയത്ത് തന്നെ സിബിനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത്, നിനക്ക് നീ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നീ അത് കണ്ടിന്യൂ ചെയ്ത് പോവുക. പുറത്തുനിന്നുള്ള ആരെന്ത് പറഞ്ഞാലും, അത് ലാലേട്ടൻ നിൽക്കുമ്പോൾ തന്നെയാണ് പറയേണ്ടത്, പുറത്തുനിന്നുള്ളത് ആരെന്ത് പറഞ്ഞാലും നീ അത് കേൾക്കാതെ കണ്ടിന്യൂ ചെയ്ത് പോവുക എന്ന് പറഞ്ഞു. കാരണം അത് പൂജയുടെ, എനിക്ക് തോന്നിയിട്ടുള്ള പൂജ എന്ന പ്ലെയർ എന്ന് പറയുന്ന ആളൊരു ബെസ്റ്റാണെന്ന് കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ പൂജയ്ക്ക് ഗെയിം എന്താണെന്ന് നല്ല ധാരണയുണ്ട്. സോ അപ്പോൾ പുള്ളിക്കാരിയുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് തന്നെയാണത്. സോ അത് മാത്രമല്ല, ഒരുപാട് പൂജയെക്കുറിച്ച് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷേ പൂജ ഫിസിക്കൽ കണ്ടീഷൻ കാരണം പുറത്തേക്ക് പോയതിൽ ഒരുപാട് വിഷമമുണ്ട്. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം പൂജയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ, എനിക്കൊന്നും ഇന്നലെ ഞാൻ എന്തുവാണ് അത് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഷീസ് കമ്മിങ് ബാക്ക് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ഊഹിച്ചിരുന്നൊരു കാര്യമാണ് പൂജ ഔട്ടാവുന്നുള്ളത്. അങ്ങനെ പൂജ പോയി, അതൊരു വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ആൻഡ് സെക്കൻഡ്, സിബിൻ, ഡി ജെ സിബിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിച്ചിരുന്നൊരു കാര്യം, ഞാൻ അതിന് മുന്നത്തെ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു, നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷെ ഒരു BB മെറ്റീരിയൽ ആണോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് ഇനി ഇതിനെ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതിനനുസരിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ. അത് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ നമുക്ക് പ്രൂവ് ആയി. പുള്ളി ഒരു BB മെറ്റീരിയൽ അല്ല. പുള്ളി വിചാരിച്ചു ഇതായിരിക്കും, നല്ല രീതിയിലായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ ഒറ്റയ്ക്ക് പുള്ളിയെ മാത്രം, കാരണം ഞാൻ പറയാലോ, ഗബ്രി പവർ ടീമിലിരുന്നപ്പോൾ ഇതിനേക്കാളും മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ജിൻഡോ ക്യാപ്റ്റനായി ഇരിക്കുമ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അർജുൻ ഇതുപോലുള്ള ആക്ഷൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം കണ്ടു വന്നിട്ടുള്ള ആൾ തന്നെയാണ് സിബിൻ എന്ന് പറയുന്നത്. അപ്പോൾ സിബിന് തോന്നിയിട്ടുണ്ടാവും, സ്വാഭാവികമാണ്, ഏതൊരു മനുഷ്യനായിട്ട് തോന്നിയിട്ടുണ്ടാവും, എന്തേ അവരെ ആർക്കുമില്ലാത്ത, അല്ലെങ്കിൽ അവരാരും ചെയ്തിട്ടും അവർക്ക് എഗൻസ്റ്റ് ഒന്നും എടുക്കാത്ത കാര്യം എനിക്ക് മാത്രമായിട്ട് എടുത്തു. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ തന്നെ എൻ്റെയറായിട്ടും കുറേ കോർണറിങ്ങും സീനുകളും ഒക്കെ വന്നിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ എനിക്കും പറ്റുക എന്നുള്ളൊരു പേടിയൊക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഭയങ്കര ഡൗൺ ആയിരുന്നു. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് പുള്ളി ഒരു ഗെയിമിൻ്റെ പാർട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും ഇപ്പോൾ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും അതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി ചിലപ്പോൾ പുറത്തുള്ള സംഭവങ്ങൾ കാണണമെന്ന് കാണിച്ചിട്ടുണ്ടാവാം. പിന്നെ അതിൽ ഗെയിമിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല എന്ന് അതിൻ്റെ സംഘാടകർക്ക് തോന്നിയത് കൊണ്ട് തന്നെ പുറത്താക്കിയതായിരിക്കും. പക്ഷേ അതിനെ വാക്കൗട്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നതായിരിക്കാം. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. എന്തായാലും ഇനി സെബിൻ ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം നമുക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ കൃത്യമായിട്ടുള്ളതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുള്ളൂ. എന്തായാലും സിബിനും നല്ലൊരു പ്ലെയറാണ്. എന്തുകൊണ്ട് സിബിൻ നല്ലൊരു പ്ലെയറാണെന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വാക്കൗട്ട് ചെയ്തതിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, അതായത് പുറത്ത് പോയി ഈ പറയുന്ന പോലെ തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ പുള്ളി മെൻ്റലി അത്ര സ്ട്രോങ് അല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം ഒഴിവാക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിബിന് മാത്രമായിട്ടുള്ളൊരു റെക്കോർഡ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ഇത്രയും സീസണുകളുടെ ഇടയിൽ വൈൽഡ് കാർഡായിട്ട് വന്നിട്ട്
ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൊരു പ്ലെയർ ഇല്ല. ഇത് ഇത്രയും കാലം റിയാസ് വെച്ചിരുന്ന ഒരു കിരീടമാണ്. റിയാസിനൊന്നും ഇനി ഒരു തവണ പോലും അതൊന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ഞാൻ പലരുടെയും യൂട്യൂബ് ചാനലിലുള്ള പോളുകളും കാര്യങ്ങളും എടുത്ത് നോക്കുകയാണ്. അതിലൊന്നും സിബിന് കിട്ടുന്ന വോട്ടിംഗ് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. മറ്റാർക്കും അടുത്തെത്താൻ പറ്റാത്ത രീതിയിൽ ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടാണ് സിബിൻ പോയിരിക്കുന്നത്. കാരണം അത്രയും നമ്മൾ വെറുത്തിട്ടുണ്ടായിരുന്ന പലരെയും സിബിൻ വന്നൊന്ന് കൊടഞ്ഞ് ഇറക്കി പോയത് കിഡിലൻ ഗെയിമായിരുന്നു എന്നുള്ളത് എൻ്റെയർ കേരളം സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡുകളിൽ ഇത്രയും കാലത്തിൽ മലയാളത്തിൽ വന്നിട്ടുള്ള ദ ബെസ്റ്റ് വൈൽഡ് കാർഡ് തന്നെയാണ് സിബിൻ. അതിലൊരു സംശയവും ആർക്കും വേണ്ട. അതിൻ്റെ ഒപ്പം റിയാസിനെ ഒന്നും കൂട്ടാൻ പോലും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാസിന് ഈ പറയുന്നത് പോലെ തന്നെ പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഗെയിമിൽ റിയാസ് പല കാര്യങ്ങളും കൊണ്ടുവരാനും ബാക്കി കാര്യങ്ങളും ചെയ്തു. അതിൻ്റെ ഉള്ളിലുള്ളവരെ ട്രിഗർ ചെയ്യാനും ഒക്കെ ആയിട്ടൊരു നല്ല പ്ലെയർ ആയിരുന്നു എന്ന് ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പബ്ലിക്കിൻ്റെ സപ്പോർട്ട് റിയാസിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ സിബിന് നേരെ തിരിച്ചാണ്. അതിൻ്റെ ഉള്ളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ തന്നെ പബ്ലിക്കിൻ്റേതായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ടും സിബിന് കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നത്തെ ലൈവ് എപ്പിസോഡ് ഞാൻ കണ്ടപ്പോൾ തന്നെ കണ്ടായിരുന്നു. ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. പൂജയും അതുപോലെ തന്നെ നമ്മുടെ സിബിനും ഇനി ബിഗ് ബോസ് വീട്ടിലുണ്ടാകില്ല എന്നുള്ള കാര്യം അനൗൺസ് ചെയ്തു. സോ അത് രണ്ടും പോയി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ബിക്കോസ് രണ്ടും നല്ല പ്ലെയേഴ്സായിരുന്നു. ഇനി അതിലേക്ക് മൂന്നാമത്തെ വിഷയമായിട്ട് ഞാൻ വെച്ചിരുന്നത് ജാസ്മിൻ ഗബ്രി. എൻ്റെ പൊന്നോ, നാടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരണ നാടകമാണ് കേട്ടോ. ഗബ്രി പറയുന്നു എനിക്ക് ഇഷ്ടമാണ്, പ്രണയമാണ്, പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്നാൽ ഇപ്പുറത്ത് നേരെ എനിക്ക് ഭയങ്കര വിഷമമാണ് ഗബ്രി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല, നീ ഇവിടെ കളിക്കണം, നീ കപ്പ് നേടണം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം എനിക്കൊരു ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, ഇതൊന്നും കുഴപ്പമില്ല, ചെയ്തോട്ടെ, ആ കാണിക്കുന്ന പോർഷൻസ് ഒന്ന് കുറയ്ക്കി, എന്നിട്ട് വേറെ അപ്പുറത്ത് എന്തോരം പേരുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നാടകം വന്നു തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസ്മിൻ പുറത്ത് പോയപ്പോൾ ജിൻഡോ പറഞ്ഞൊരു കാര്യം ശരിയാണെന്ന് വെക്കുന്ന പോലെയാണ് ഇവരുടെ എല്ലാവരുടെയും ആക്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്ത് നെഗറ്റീവാണ്, പോസിറ്റീവാണെന്ന് കാണിച്ച അർജുൻ ശ്രീതു കോമ്പിനേഷൻ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും നെഗറ്റീവാണെന്ന് കാണുന്നു. റസ്മിൻ പൊട്ടി കരയുന്നു, എന്നെ കേൾക്കാൻ ഇവിടെ ആരുമില്ല, ഞാൻ എല്ലാവരെയും കേൾക്കാറുണ്ടെന്നുള്ള സാധനമൊക്കെ പറയണു. ഇതെല്ലാം പുറത്തു പോയി കേട്ടതിൻ്റെ ഫലമാണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇതാണ് എനിക്ക് എപ്പിസോഡിൽ പറയാനുള്ളത്. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ജാസ്മിനെയോ അല്ലെങ്കിൽ സെബിനെയോ ഒക്കെ കുറ്റം പറയുമ്പോൾ നിങ്ങളതിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് അതിൽ മതമൊന്നും ഇൻക്ലൂഡ് ചെയ്യരുത്. ഇതിലെ പ്ലേയേഴ്സിൻ്റെ മതമൊന്നും ആരും നോക്കിയിട്ടൊന്നും അല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും ഒക്കെ. അങ്ങനെയൊക്കെ കമൻറ്റും ഇൻബോക്സ് സാധനങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ട്, ഭയങ്കര ശോകമാണത്. അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഞാൻ പറയുന്ന സാധനത്ത് പറയാം. എന്നെ ആരോ പറയണ കണ്ടു, എന്നെ ആരോ കളിയാക്കിയിട്ട് പറയണുണ്ട് ഞാൻ സായി കൃഷ്ണയെ മോക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഒരാളെയും മോക്ക് ചെയ്യുന്നില്ല. ആർജെ ആൻ്റപ്പൻ്റെതായിട്ടുള്ള സ്റ്റൈലുണ്ട്, അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ അതൊക്കെ തന്നെ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ മതം ഇതായതുകൊണ്ടല്ലേ നിങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ളത് പോലുള്ള സംഭവം കൊണ്ടുവരരുത്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തോടും എനിക്ക് ഒരു സ്പെഷ്യൽ കൂടുതലോ സ്നേഹക്കുറവോ അങ്ങനെയൊന്നുമില്ല. കാരണം അതെനിക്ക് കുറച്ച് കമൻസുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇതൊന്ന് പറയണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമൻ്റായിട്ട് ഇടുക. അതിൻ്റെ ഇടയിൽ സിജോ തിരിച്ചു വന്നു, പോസിറ്റീവായിരിക്കും. സിജോ വന്നിട്ട് ഇപ്പം ഒന്നും ചെയ്തിട്ടില്ല, ഇനി ബാക്കി വന്ന് ചെയ്യട്ടെ, അപ്പോൾ പറയാം അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതും കൂടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ചിൽ കുപ്പിച്ചിൽ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. പീസ് ഔട്ട്.